കാര്യം എന്താ വെച്ചാൽ ചില പടത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് വിളിക്കും, വിജയിച്ച മിക്ക പടങ്ങളിലും. പക്ഷെ അത് പിന്നെ എങ്ങനെയോ തട്ടി വേറെ എന്തോ, അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും ഇന്ന ആൾ പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സോറി പറയും നവാസ്ഖാനെ വെച്ച്. പിന്നെ അത് എനിക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഞാൻ പറയും ഞാൻ ഈ പടം കാണാൻ വരില്ല എന്നും പറയും. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ വരില്ല എന്ന് പറയും. പക്ഷെ നവാസ്ക്ക് പറയും അങ്ങനെ പറയരുത്, എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയാണ്, നമ്മളങ്ങനെ പറയരുത്. ആരോ ഒരാൾ എന്തോ ട്രബിൾ ചെയ്തതിന് നമ്മളങ്ങനെ കാണുക, നമ്മൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക. ഇപ്പോൾ ഈശ്വരൻ നമുക്കത് തരാൻ വിധിച്ചിരുന്നെങ്കിൽ അതാരും കൊണ്ടുപോകില്ല, അതെനിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതെനിക്ക് വിധിച്ചിട്ടില്ലാത്ത കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്. അപ്പം അങ്ങനത്തെ മൈൻഡിൽ എടുക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലും നല്ലതല്ലാന്ന് തോന്നുന്നു. കാരണം അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും എല്ലാ പ്രൊഫഷനിലും സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ കാണുന്നതാണ് കേട്ടോ. കാരണം അതിനകത്ത് ഒരാളെ നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതിലും കുറ്റം പറയുന്നതിലൊന്നും അതൊക്കെ വെറുതെ വിഡ്ഢിത്തരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആ ചർച്ച പോലും അതങ്ങനെയാണത്, അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. ഇതാണ് നവാസ്, അതാണ് രഹന പറഞ്ഞത്, ഇതാണ് രഹന പറഞ്ഞത് സത്യം, ഇതാണ് നവാസ്. ചർച്ച ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല നവാസ്. ഇപ്പൊ രഹന പറഞ്ഞ ഒരു പോയിന്റ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള, നവാസിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ മറ്റൊരാളെ പറഞ്ഞ് വേണ്ട എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയ്ക്കും മക്കൾക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ആ കഥ, നവാസിന്റെ കഥ കേൾക്കുന്നോണ്ടാ സ്വാഭാവികമായിട്ടൊരു ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഭാര്യ എന്ന് വെച്ചാൽ കലാകാരിയും കൂടിയാണ്. ഒരു ബുദ്ധിമുട്ട് തുറന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതാണ് സത്യം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈസി ആയിട്ട് അങ്ങനൊക്കെ നമ്മൾ പറഞ്ഞ അതിന്റെ ആ പുറകെ പോകുന്നതില്ല, ആ അന്വേഷണമില്ല. ആ അന്വേഷണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം നമ്മുടെ ഇപ്പൊ ഞങ്ങൾ കാണുമ്പോൾ പറയും നിങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കര ചെറുപ്പമായിരിക്കണല്ലോ, എന്താണ് ഇതിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ടോ അതല്ലാതെ ഒക്കെ ആണെങ്കിലും സ്വാഭാവികമായിട്ട് ഇപ്പം മക്കൾ എന്തും പഠിക്കും, മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ എന്തും പഠിക്കുന്നു, അത്ര 3 മക്കളുണ്ടോ എന്നൊക്കെ ഇവർ പറയുമ്പോൾ എന്താണത്? ഞാൻ പറഞ്ഞു ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങണത്. ഞാൻ ഈ നിമിഷം വരെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 1 മണിക്കൂർ പോലും ഇന്നെന്താണ് ഉറക്കം വരുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങണത്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. മനസ്സിലായോ? ബാക്കി ഈ പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ നേട്ടങ്ങൾ, അവിടെ നിന്ന് അത് കിട്ടി ഇത് കിട്ടി, ആ സംഭവത്തിന് അത് പോയി പിടിക്കും. ഈ സംഭവത്തിലാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തന്നൊരു സ്ഥലം എവിടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കിട്ടുന്നത് ഭംഗിയാക്കി ചെയ്യുക, സമാധാനമായിട്ട് ജീവിക്കുക. അത് ഒരു ലൈഫല്ലേ ഉള്ളൂ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ അത് ഏറെക്കുറെ ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ നവാസ്ക്ക് ഇങ്ങനെ പറയില്ല. പിന്നെ വിളിച്ചിട്ട് ഇതുപോലെ കിട്ടാതെ ക്യാരക്ടർ മാറിപ്പോകുമ്പോഴും പക്ഷെ എനിക്കും പിന്നെ കുഴപ്പമില്ലാതെ. കാര്യം അല്ല, ആ ആളുടെ പടം ഇറങ്ങും ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയി കാണും. നമ്മളും അങ്ങനെ ആയി. പക്ഷെ അതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല, നമുക്ക് സമാധാനം കിട്ടും. അത് ശരിയാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ്സാണത്. അതെന്താണ് അങ്ങനെ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അല്ലാത്തതിന് അതിൻ്റെ പുറകെ നമ്മൾ പോകാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. എൻ്റെ അങ്ങനെയാണ്.